നമ്മുടെ സംഘടന സജീവമായിട്ട് നിലനിൽക്കുന്നത് എപ്പോഴും ഈ ഒത്തൊരുമയിലും കൂട്ടായ്മയുടെ ഈ വലിയ തണലിന് കീഴിൽ നിന്നുകൊണ്ട് തന്നെയാണ്. പക്ഷെ അത് തിരിച്ചറിയുന്നത് മറ്റൊരാൾക്ക് ഉപകാരപ്രദമാകണം എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഇത് പറയുന്നത്. നാളെ നമുക്ക് ഒരാവശ്യം വരുമ്പോൾ നമുക്ക് എത്തിച്ചേരാനുള്ള സ്ഥലങ്ങളുണ്ടാവും, നമുക്ക് വഴികളുണ്ടാവും. ഇപ്പം ഇവിടെ നിന്നും കിട്ടാവുന്നതാണ്, കാരണം ഫെഫ്കയുടെ ടീമിൽ നിന്നും ഇൻഷുറൻസ് സ്കീമിൽ കിട്ടാവുന്നതാണ്, സാംസ്കാരിക പ്രവർത്തക ക്ഷേമ നിധിയിലും നമുക്ക് കിട്ടാവുന്നതാണ്. കാരണം വളരെ കൃത്യമായിട്ട് എന്തെങ്കിലും സാധ്യതകളുണ്ടെങ്കിൽ അതൊക്കെ നേടിയെടുക്കുകയും നമ്മുടെ ജീവിതം അക്ഷരാർത്ഥത്തെ സുഖകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വഴികൾ നമ്മൾ സ്വയം തുറന്നിടേണ്ടതുണ്ട് എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. കൂട്ടുകാരോട് പറയുന്നൊരു കാര്യമാണ്, സംഘടനയുടെ ചില രീതികളുമായിട്ട് പൊരുത്തപ്പെട്ട് സ്നേഹത്തോടെ ഒരു കുടുംബം പോലെ നമുക്ക് സഹകരിച്ച് വളരെ ശക്തമായിട്ട് മുമ്പോട്ട് പോയി നമുക്ക് കിട്ടാവുന്ന നമ്മുടെ അവകാശങ്ങളായ ആനുകൂല്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കണം. അതിന് വളരെ ബഹുമാനത്തോടെ നേതൃത്വത്തോടുള്ള ബഹുമാനവും പിന്തുണയും നൽകി എനിക്ക് ഒരു പ്രത്യേക സന്തോഷം തോന്നിയത് ഫെഫ്ക സിനിമ യൂണിയൻ അല്ലെങ്കിൽ TV യൂണിയൻ, ഇതൊക്കെ സീരിയൽ യൂണിയൻ, ഇത് ഒന്നായി കാണുമ്പോഴുള്ളൊരു സുഖം അനുഭവിക്കാൻ കഴിയുന്നു. ആ കൂട്ടായ്മ വളരെ സന്തോഷം തരുന്നു. നമുക്ക് ഒരുമിച്ച് നിൽക്കാം, വളരെ വളരെ സംഘടിതമായിട്ട് മുമ്പോട്ട് പോകാം. എനിക്ക് തരുന്ന സ്നേഹത്തിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഓരോ വർക്കിനും അഫ്ഡവിറ്റും ബാറ്റ ബുക്കും ടെലിവിഷൻ മേഖലയിൽ അവതരിപ്പിക്കുവാൻ ഫെഫ്ക MDTV പ്രതിജ്ഞാബദ്ധമാണ്. അതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഇന്ന് ഈ വേദിയിൽ സംഭവിക്കുന്നതാണ്. ഇത് നടപ്പിലാക്കുന്നതോടുകൂടി നിലവിലുള്ള പല പ്രശ്നങ്ങൾക്കും ശാശ്വത പരിഹാരം കാണാനാകുമെന്ന് സംഘടനയും അംഗങ്ങളും ഉറച്ചു വിശ്വസിക്കുന്നു. നമ്മൾ പറയുന്നു ഇവിടെ നമ്മളുടെ വ്യക്തിപരമായ ആരോഗ്യം എന്ന് പറയുന്ന ഈ കാര്യത്തിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും ബോധമുള്ളതാണ്. നമ്മളൊരു അൺടൈംലി ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ചാലഞ്ച്, അത് ഭക്ഷണത്തിലും ഉറക്കത്തിലും ഒക്കെ നമ്മൾ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഉണ്ണിയേട്ടൻ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഇവിടെ ആർക്കെങ്കിലും നമ്മൾ സഹായിക്കാനാവുമെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ചെറിയ ചെറിയ സൗകര്യങ്ങൾ, നമുക്ക് ലഭിക്കുന്ന ചെറിയ ചെറിയ ജയങ്ങളിൽ നമ്മൾ ഓർക്കേണ്ടത് അത്രത്തോളം സൗഭാഗ്യമില്ലാത്ത, അത്രത്തോളം ചാൻസുകൾ ഇന്ന് മങ്ങിപ്പോയ ഒരു സഹപ്രവർത്തകനെ ചേർത്ത് പിടിക്കാനായാൽ അതിന് ഈ അംബ്രലയുടെ, ഈ സംഘടനയുടെ അംബ്രലയുടെ ഒരു തണലുണ്ടെങ്കിൽ ആ പറയുന്ന ഒരു ഭീഷണി നേരിടുന്ന ഒരു സഹപ്രവർത്തനം, അത് ആരോഗ്യപരമായാലും മാനസികമാണെങ്കിലും അല്ലെങ്കിൽ കലാപരമായാലും അതിനുള്ള ഒരു സ്പേസ് നമുക്കെപ്പോഴും നമുക്ക് തൊട്ടടുത്ത് ഉണ്ടാകുമെന്നും ആ ചേർത്ത് പിടിക്കുന്നതാണ് നമ്മുടെ ശക്തി എന്നുള്ള ബോധ്യം എന്നും നമ്മളെ മുന്നോട്ട് നയിക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് സംഘടനയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും. എന്തു പറഞ്ഞ് വിശേഷിപ്പിക്കണം? പ്രസംഗം കേട്ടപ്പോഴും അവിടുന്ന് വന്ന കയ്യടി കേട്ടപ്പോഴും ഉലക നായകൻ എന്ന് ഇന്ത്യ സിനിമാ നടനായ കമലഹാസനെ വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് ഉലക നേതാവ് എന്ന് തന്നെ വിശേഷിപ്പിക്കുന്നു.
എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് നല്ല ധാരണ നമുക്കുണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ എഴുച്ചപ്പോഴേ ഉണ്ണികൃഷ്ണൻ സാർ പറഞ്ഞത് പെട്ടെന്ന് തീർത്തിട്ട് വരൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും നേരം പ്രഗത്ഭരായ എല്ലാ അംഗങ്ങളും പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല. അതൊക്കെ തന്നെയാണ്. നമ്മുടെ ഐക്യം മാത്രമാണ് നമ്മുടെ ശക്തി. നമ്മുടെ ഐക്യത്തിനിടയിൽ വിള്ളൽ ഉണ്ടാക്കാൻ വരുന്ന ദുഷ്ടലാക്കുകളെ ആരാണോ അവരെ നമ്മൾ തിരിച്ചറിഞ്ഞ് ഐക്യത്തോടെ ഒരുമയോടെ വീണ്ടും മുന്നോട്ട് പോകാനുള്ള ആർജവം നമ്മൾ കൊണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഈ ചടങ്ങ് പങ്കെടുത്ത ബഹുമാനീയരായ എല്ലാവർക്കും ഫെഫ്ക MDTVയുടെ പ്രഥമ വാർഷികത്തിൽ പങ്കെടുത്ത എല്ലാ അംഗങ്ങൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പ്രകാശിപ്പിക്കുന്നു.